എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. 2024 ഫെബ്രുവരി മാസം കേരള PSC നടത്തിയ യൂണിവേഴ്സിറ്റി LGS പരീക്ഷയുടെ ലിസ്റ്റ്, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് കേരള PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, പല പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഒടുവിൽ കേരള PSC ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഇന്ന് 2024 സെപ്റ്റംബർ 19 കേരള PSC ഈ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ആൾക്കാരെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു ലിസ്റ്റിലേക്ക് വരുമ്പോൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇവിടെ കൃത്യമായി നൽകിയിട്ടുണ്ട്. 1099 പേരെയാണ്. 1178 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. 44 പേര് ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഈ ഒരു ലിസ്റ്റിൽ 2321 പേരാണ് ഉള്ളത്. യൂണിവേഴ്സിറ്റി LGS എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 81 മാർക്കാണ്. അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 81 മാർക്കും അതിന് മുകളിലും ലഭിച്ചവരെയാണ്. യൂണിവേഴ്സിറ്റി LGSൻ്റെ കട്ട് ഓഫ് മാർക്ക് 81 മാർക്കാണ്. പിന്നെ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഡേറ്റ്, ടൈം, വെന്യൂ, അതായത് വൺ ടൈം രജിസ്ട്രേഷൻ, അതിൻ്റെ വേരിഫിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വെന്യൂ, അതേപോലെ തന്നെ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, നമ്മുടെ ഡോക്യുമെൻ്റ് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ വൈകാതെ അറിയിക്കും എന്നും കൂടെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ നമുക്കതിൻ്റെ മെസ്സേജുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഈ ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ വെച്ചുകൊണ്ട് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ ആ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ നിരന്തരം സന്ദർശിക്കുക. ആ മെസ്സേജ് വരുന്ന മുറയ്ക്ക് അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെ നിങ്ങൾ അത് വെരിഫൈ ചെയ്യേണ്ടതാണ്. തുടർന്ന് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം ഈ പരീക്ഷ എഴുതിയിട്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരൊന്നും വിഷമിക്കരുത്. നമ്മുടെ മുന്നിൽ ഇനി LGSൻ്റെ ഒരു എക്സാം മുന്നിൽ കിടക്കുകയാണ്. അതിനുവേണ്ടി നല്ല രീതിയിൽ പഠിക്കുക. നമുക്കറിയാം, ഓരോ ജില്ലാ ബേസ് ആയിട്ട് ധാരാളം വേക്കൻസി നൽകുന്ന LGSൻ്റെ എക്സാമാണ്. അപ്പോൾ അതിനുവേണ്ടി പഠിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.